അനുമോൾക്ക് ഒരു ഉപദേശം തരികയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനുമോൾക്ക് 50 ലക്ഷം രൂപ കിട്ടിയാൽ ആ 50 ലക്ഷം രൂപ ശാപം പിടിച്ച കാശാണ്. ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് മനസ്സുകൾ വേദനിപ്പിച്ച് ഇല്ലാത്തത് പറഞ്ഞ് അതുണ്ടാക്കിയ പൈസയാണ്. അത് നമുക്ക് ഒരു കാരണവശാലും അതുകൊണ്ട് അരി മേടിച്ച് കഴിക്കരുത്. അത് നിങ്ങൾ ദാനം ചെയ്യുക. അച്ഛനമ്മമാരില്ലാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ വയസ്സായ മാതാപിതാക്കൾക്ക്, ഈ അച്ഛനമ്മയൊക്കെ ഉപേക്ഷിച്ച മാതാപിതാക്കളുണ്ട്, അവിടെ കൊണ്ടുപോയി ദാനം ചെയ്യുക. അത് നിനക്ക് വലിയൊരു ഉപകാരമായിരിക്കും. പക്ഷേ ആ പൈസ ശാപം പിടിച്ച കാശ, ലോട്ടറി കിട്ടിയ കാശ് പോലെ ശാപം പിടിച്ച കാശ. അപ്പോൾ അതുകൊണ്ട് നേടില്ല. നീ അവിടെ നിന്ന പൈസ അതുകൊണ്ട് നീ ഉപയോഗിക്കുക. ഇത് കിട്ടിയത് അത് ആൾക്കാരെ ശാപം പിടിച്ച കാശാണ്. അത് എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ശാപം പിടിച്ച കാശ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും പറഞ്ഞാൽ ആശുപത്രിയിൽ കൊടുക്കാനുണ്ടാവുള്ളൂ എന്ന് ചിലവർ പറയില്ലേ. അതാണ് ഓരോരുത്തർ ശപിച്ച് തരേണ്ടതാണ്. നിനക്ക് കേൾക്കില്ല.